ഈ പാമ്പുകളെ മേത്തിട്ട് ഒരു പറഞ്ഞു ചെയ്തിട്ടുണ്ട്. പാമ്പുകളെ വലിയ പാമ്പ്. ഓക്കെ പാമ്പുകളെ മേത്തിട്ടുണ്ട്. അത് മേത്തെ കൂടെ എഴയണം. എന്നിട്ട് എഴഞ്ഞാ നിനക്കൊന്നും തോന്നില്ല? പിന്നെ അത് ഇവിടെ ഒക്കെ വന്നിട്ട് അവര് ഈ കെട്ടിയിട്ടുണ്ട്. ഇവർക്ക് എന്റെ മേത്തെ കൂടി പാമ്പ് എഴയണം. ഈ പാമ്പിനെ കൊണ്ടുവന്നിട്ട് ഈ പാമ്പ് എഴയില്ല. അങ്ങനെ 20-21 ഷോട്ട് പോയിട്ടുണ്ട്. എത്ര പാമ്പുകളുണ്ട്? 3 വലിയ പാമ്പുകള്. മൂർഖൻ പാമ്പിൽ ഇങ്ങനെ നിൽക്കണത്. അത് മൂർഖനല്ലേ അങ്ങനെ നിൽക്കുള്ളൂ. അപ്പൊ ഈ പടത്തിന് വേണ്ടിയിട്ട് എനിക്ക് റിസ്ക് എടുക്കേണ്ടി വന്നത് ഈ പാമ്പുകൾ ഇടണം, പച്ച മാംസം കഴിക്കണം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് അതൊക്കെ ഇപ്പൊ ശ്രീചേട്ടനുണ്ടെങ്കിൽ അടുത്ത തഗ് പറഞ്ഞേനെ. അന്ന് ആ ഒരു സ്പിരിറ്റിലെടുത്ത്. അപ്പൊ ഈ പാമ്പിനെ കൊണ്ടൊന്നും പാമ്പ് മേത്തെ കൂടി എഴയണം എന്നൊക്കെ പറഞ്ഞപ്പോ മമ്മി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അതൊന്നും ശരിയാവില്ല, നിങ്ങൾ എന്താ ഈ പറയണ, നിങ്ങള് ഇത് കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പാമ്പ്? ഇല്ല വിഷം എടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും പാടില്ല ആക്ച്വലി. പക്ഷെ ചെറിയ രീതിയിൽ അത് ചീറ്റും. ഇത് പാമ്പ് ചീറ്റും. വളരെ സോഫ്റ്റ് ആണ് അവരുടെ ദേഹം എന്ന് പറയുന്നത്. നമ്മുടെ മേത്തെ കൂടി എഴഞ്ഞു പോകുമ്പോഴൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നില്ല. ഭയങ്കര സോഫ്റ്റാ. പക്ഷെ ഇത് ചീറ്റുമ്പോഴൊക്കെ നമ്മള് പാനിക്കാവും. ഇത് നല്ല നെറുകയായിട്ട് ഇവിടെയൊക്കെ വന്ന് കാണിക്കുമ്പോൾ കാലില് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അന്ന് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്ലീസ് എന്ന് പറയും.